ഞാനിങ്ങനെയാണ്, എന്തുണ്ടാക്കി നോക്കിയാലും അത് സ്വന്തമായിട്ടൊന്ന് സൗന്ദര്യം ആസ്വദിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനക്കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ദേ ഒരുത്തൻ നിൽക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ പറിച്ച് ദൂരെ എറിഞ്ഞു. ഹലോ, വീണ്ടും നമ്മളൊരു നെയിം റിവീലിംഗ് ബോക്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് തിരക്കുകയും ചെയ്തിരുന്നേ. അങ്ങനെ അതിൽ വന്ന ഒരു ഓർഡറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ നെയിം റിവീലിംഗ് ബോക്സ് നൈനിക കുട്ടിയുടെയാണ്. ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത്തവണ പേരിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇത് ഇഷ്ടമായോ എല്ലാവർക്കും? കട്ട് ചെയ്ത ഫോട്ടോ ഇനി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിതിൻ്റെ പണിപ്പുരയിലായിരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാപ്പിയൊക്കെ റെഡിയാക്കി. പിന്നെ കാപ്പിയൊക്കെ പോയി കുടിച്ച് അമ്മയുമായിട്ട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ പണിപ്പുരയിലേക്ക് കയറി. ഇനി ഫോട്ടോ ഒട്ടിച്ച് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനുമേയുള്ള കളിയാ മക്കളെ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞെന്നാൽ പണി തീർന്നു. അങ്ങനെ നീണ്ട നേരത്തെ പണിക്കൊടുവിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാനിങ്ങനെയാണ്, എന്തുണ്ടാക്കി നോക്കിയാലും അത് സ്വന്തമായിട്ടൊന്ന് സൗന്ദര്യം ആസ്വദിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനക്കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ദേ ഒരുത്തൻ നിൽക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ പറിച്ച് ദൂരെ എറിഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത പോർഷന് ചുറ്റും ഒട്ടിച്ച് സംഭവം സെറ്റാക്കി. ഇപ്പൊ കാണാനൊരു ആനച്ചന്തമൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് തെർമോക്കോൾ കൂടി നിറച്ചാൽ സംഭവം റെഡി. അവരിത് അഴിച്ചുവിടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം പിൻ ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻ്റായിട്ട് പറയാനും മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.